സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഇത്രയധികം വില കൽപ്പിക്കുന്ന മറ്റൊരു രാജ്യം ഉണ്ടാവില്ല. ഇത്രയും കാലമായിട്ട് അബോർഷൻ അല്ലെങ്കിൽ ഗർഭഛിദ്രത്തിന് 2 കാരണങ്ങളായിരുന്നു ഉണ്ടായത്. പക്ഷെ ഇനി 3 അഡീഷണൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടി ഒരു പെൺകുട്ടി കടന്നു പോവുകയാണെങ്കിൽ അവൾക്ക് ഗർഭഛിദ്രം അല്ലെങ്കിൽ അബോർഷൻ അനുവദനീയമാക്കി UAE ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് ഒന്നുകിൽ അമ്മയുടെ ജീവിതം അപകടത്തിലാവുക അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യം അവസ്ഥ അപകടത്തിലാവുക. അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് ഗർഭസ്ഥ ശിശുവിന് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ ഡോക്ടർ അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ അബോർഷൻ ചെയ്യാം. ഇനി വരുന്ന 3 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, റേപ്പ് വിക്ടിമായ ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഇന്റർകോഴ്സിൽ കൂടിയാണ് അവർ ഗർഭം ധരിക്കുന്നതെങ്കിൽ അവർക്ക് അബോർഷന് ഇവിടെ അനുവദനീയമാണ്. രണ്ടാമത്തെ കൂട്ടം, ഇനി കുടുംബത്തിൽ വിവാഹ ബന്ധം നിഷേധിക്കപ്പെട്ട ആൾക്കാർ തമ്മിലുണ്ടായ ഒരു ബന്ധത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഗർഭഛിദ്രം അബോർഷൻ അനുവദനീയമാണ്. മൂന്നാമത്തേത്, ഭാര്യയും ഭർത്താവും 2 പേരും അപ്രൂവൽ കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇനി ആ ഗർഭം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു അവസരത്തിലും അബോർഷൻ അനുവദനീയമാണ്. ഇതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 1, 120 ദിവസത്തിൽ കുറഞ്ഞതായിരിക്കണം കാലാവധി. അതായത് ഗർഭം ധരിച്ച് 120 ദിവസത്തിനുള്ളിൽ വേണം ഇത് ചെയ്യാൻ. രണ്ടാമത്തത്, ഇതൊരു കമ്മിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള അപ്രൂവൽ കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഹെൽത്ത് അതോറിറ്റിയും അതുപോലെ ഗൈനക്കോളജിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെയുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. ആ കമ്മിറ്റിയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഈ അബോർഷന് വിധേയമാകുന്ന ആള് 1 വർഷം മുന്നെയെങ്കിലും UAE റെസിഡൻസ് വിസ ഉള്ള ആളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അനുവദനീയമായിട്ട് വരുന്നുള്ളൂ. ശ്രദ്ധിക്കേണ്ട മറ്റു 1-2 കാര്യങ്ങൾ. 1, പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരിക്കും ഇത് ചെയ്യുക. മറ്റൊന്ന്, ഇതിനു മുമ്പും അബോർഷന് മുമ്പും അബോർഷന് ശേഷവും ഒരു കൌൺസിലിംഗ് തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത് ചെയ്യുന്നത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്ലിനിക്സിലുള്ള ഗൈനക്കോളജിസ്റ്റിന്റെയും മറ്റ് ഡോക്ടർമാരുടെയും പ്രത്യേക കെയറിലും അവരുടെ മേൽനോട്ടത്തിലും ആയിരിക്കും. ഇങ്ങനെ അബോർട്ട് ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു കാരണവശാലും ഈ അമ്മയ്ക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലൈഫ് ത്രെട്ട് ഉണ്ടാവുന്നില്ല എന്ന കാര്യത്തിലും ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സാധാരണമാണ്. അങ്ങനെ ആർക്കെങ്കിലും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ ആ ഒരു വെബ്സൈറ്റിൽ പോവാം. അതല്ലെങ്കിൽ ഈ ഒരു ടോൾ ഫ്രീ നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും ലഭിക്കുന്നതാണ്.